ഡോക്ടർ അംബേദ്കർ കൃത്യമായിട്ട് ഇസ്ലാമിനെ വിമർശിച്ചിട്ടുണ്ട്. അംബേദ്കർ ചർച്ച ചെയ്യുമ്പോൾ അതും പറയണം. അത് പറയാനും എനിക്ക് ധൈര്യമില്ല. ഞാനൊരു ദളിതാണ്, പക്ഷെ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തോടെ എനിക്ക് യോജിപ്പുള്ളത്. നമ്മളൊരു ദളിതന്മാരാ, ഇവർക്കെല്ലാം വെള്ളം ഹിന്ദുസ്ഥാൻ വളരെ വിമർശിക്കുന്ന ആൾക്കാരാണ്. ഇസ്ലാമിനെ വിമർശിക്കണം. അംബേദ്കർ വളരെ ഇല്ല, അത് പറ്റൂല. എല്ലാ അഭിപ്രായങ്ങളോടും മനോരമയ്ക്ക് തുറന്ന സമീപനം തന്നെ മാത്രമല്ല, അംബേദ്കർ പുസ്തകം സ്വീകരിക്കുമെന്ന് പറയാൻ കാര്യമുണ്ട്. മതം മാറുമ്പോഴും നമ്മുടെ ദളിതരുടെ ദേശീയ സ്വഭാവം നഷ്ടപ്പെടാൻ പാടില്ല. മനസ്സിലായി? രാജ്യത്തിന് അപകടത്തിലേക്ക് കൊണ്ടുപോകരുത്. രാജ്യ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകരുതും. അതുകൊണ്ടാണ് പുസ്തകം സ്വീകരിക്കുന്നത്. ഇവർക്ക് ഇതൊന്നും പറയാൻ ധൈര്യമില്ല. നമുക്ക് ഇത് ഈ സെഷൻ ഇങ്ങനെ സംഭവിച്ചുപോയി, നമുക്കത് പരിഹരിക്കാം. ഇങ്ങനെ ഒരു സംഭവം തന്നെ പുറത്ത് യൂത്ത് ഒരുപാട് തെറ്റിദ്ധരിച്ചു പോയി. തെറ്റിദ്ധരിക്കുന്ന സ്പീച്ച് അവർ കേട്ടു, അത് തിരുത്താനുള്ള സമയം കൊടുത്തില്ല. ശരിയല്ലേ? അവരെല്ലാവരോടും അത് മാത്രം കേട്ടു. ഒരു പ്രശ്നമല്ലോ കേൾക്കാൻ. ഞാൻ എനിക്ക് എങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അത് കഴിയുമ്പോൾ അവര് അങ്ങനെയല്ല, അതല്ല ഇതിന്റെ ഉത്തരം, മറ്റുള്ളവർ അതിന്റെ ഉത്തരം പറയും എന്ന് പറയുന്നത് എന്ത് മോഡറേറ്റർ അത് അവരുടെ പൊളിറ്റിക്സ് ആണ്. മോഡറേറ്റർ ഒരു ചർച്ചയിൽ അഭിപ്രായം ഞാൻ മൈക്കെടുത്ത് എന്തിനാണെന്നറിയോ, അതിനെപ്പറ്റി റെസ്പോണ്ട് ചെയ്യാനാണ് അവർ തുടങ്ങുന്നതെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ മൈക്കെടുത്തിട്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയാണോ, കൺക്ലൂഷൻ ആണോ, പുതിയ വാദമാണോ? അപ്പൊ എന്താ തുടങ്ങിയേ? മലബാർ എന്താ പിന്നെ നേരത്തെ പറയായിരുന്നു. ശ്രീജിത്ത് സാറിന്റെ കാര്യം മാത്രമല്ല, ഞങ്ങൾ വന്നത് 3 പേര് എല്ലാവരും കേൾക്കാനാണ് ഞങ്ങൾ വന്നത്. ഇതിന്റെ പക്ഷമൊന്നുമല്ല. പക്ഷെ ഇത് കേൾക്കാൻ ചിലത് കേൾക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ ന്യായമാണ്. നമുക്ക് എല്ലാം കേൾക്കണം. ശ്രീജിത്തിനോട് സംസാരിക്കണം, സണ്ണി സാറിനോട് സംസാരിക്കണം. അതിലൊക്കെയാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഇവരെ വീട്ടിൽ പോയി കണ്ടാൽ മതി, അല്ലേ? മനസ്സിലായില്ലേ? അത് നമുക്ക് ഇങ്ങോട്ട് കണ്ട കാര്യമില്ല. പൊതുവേദിയില് ഏതെങ്കിലും ഒരു വാദം അടിച്ചേൽപ്പിക്കാൻ വരുന്ന ആളുകളെ മോഡറേറ്ററായിട്ട് വെക്കല്ല. അവര് കാണിക്കുന്നുണ്ടെന്ന് അവര് സർക്കാർ ഏതെങ്കിലും ഇത് പബ്ലിക് പ്ലേസ് ആണ്, അവിടെ BJP ഗവൺമെന്റ് എന്നെ തിരിച്ചുകൊണ്ടാണ് സംഘടിപ്പിക്കുന്നത്. അവര് പറഞ്ഞ കാര്യം അതൊന്നും ശരിയല്ല. പബ്ലിക് പരിപാടി ഇത് പാർട്ടി സമ്മേളനമല്ലല്ലോ. പാർട്ടി സമ്മേളനം ആ